ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ അടുത്ത ദിവസത്തെ എക്സാമായ മാത്സ് അഥവാ ഗണിതം ആനുവൽ എക്സാം പരീക്ഷയുടെ പരീക്ഷാ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും പരീക്ഷയ്ക്കായിട്ട് അങ്ങനെ റെഡി ആയിട്ടിരിക്കുകയായിരിക്കും അല്ലേ? അപ്പോൾ മിസ്സ് നിങ്ങൾക്ക് എക്സാമിന് യൂസ്ഫുൾ ആവുന്ന കുറച്ചധികം കാര്യങ്ങൾ കൂടി പറയാനായിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ വേഗം നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും എന്ത് ചെയ്യുക, പെട്ടെന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ മക്കളുടെ പേരും നിങ്ങളുടെ സ്കൂളിൻ്റെ പേരും കൂടി ടൈപ്പ് ചെയ്തിടാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനത്തിലോട്ട് പോവാം. ഇവിടെ ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കൂട്ടുകാർക്ക് മാത്സിലെ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലും മലയാളം മീഡിയം പഠിക്കുന്ന കൂട്ടുകാർക്ക് മലയാളത്തിലുമാണ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക. അപ്പം മിസ്സ് ആദ്യം ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസ് പറയും, അതിനുശേഷം മലയാളത്തിൽ ക്വസ്റ്റ്യൻസ് പറയൂ കേട്ടോ. നമ്മുടെ ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കിക്കേ മക്കളെ, ടേബിൾ ഓഫ് പിക്ചേഴ്സ് എന്നതാണ്, അതായത് ചിത്രപ്പട്ടിക എന്നതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രവർത്തനം വരുന്നത്. ദ ഫേവറേറ്റ് ഗെയിംസ് ഓഫ് ക്ലാസ് 4 ചിൽഡ്രൻ ആർ ഗിവൺ ബിലോ. 1 പിക്ചർ ഇൻഡിക്കേറ്റ് 6 നമ്പേഴ്സ്. എന്താണ് മക്കളെ പറഞ്ഞത്? 4ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഇഷ്ടപ്പെട്ട വിനോദങ്ങൾ ചുവടെ തന്നിരിക്കുന്നു. ഒരു ചിത്രം 6 എണ്ണത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ഗെയിംസാണ് ഇവിടെ താഴെ ടേബിളിൽ തന്നിട്ടുള്ളത്. ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിൻ്റൺ, അതുപോലെ തന്നെ വോളിബോൾ. ഇതൊക്കെയാണ് 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ളത്. ഓക്കെ മക്കളെ, എന്നിട്ട് അതിൻ്റെ പിക്ചർ കണ്ടോ? നമ്മളോട് ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. 1 പിക്ചർ ഇൻഡിക്കേറ്റ് 6 നമ്പേഴ്സ്, അതായത് ഒരു ചിത്രം 6 എണ്ണത്തെ സൂചിപ്പിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ കേട്ടോ. അതായത് ഒരു പിക്ചർ 6 എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ മക്കളെ, അങ്ങനെയാണെങ്കിൽ താഴെ തന്നിട്ടുള്ള ടേബിള് മക്കളെടുത്ത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത് കേട്ടോ. ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ഇൻ ദ ടേബിൾ. പട്ടികയിലെ വിട്ടുപോയ കളങ്ങൾ പൂർത്തിയാക്കുക. നോക്കിക്കേ മക്കളെ, അപ്പോൾ ഫുട്ബോൾ നമുക്ക് ഫസ്റ്റ് തന്നിട്ടുണ്ട്. അതിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 24 ആണ് അല്ലേ? അതിൻ്റെ പിക്ചറും നമുക്ക് തന്നിട്ടുണ്ട്. 1 2 3 4 ബോൾസ് ആണ് തന്നതല്ലേ? അപ്പോൾ നമുക്കറിയാം 4 ബോളുകളാണ് തന്നിട്ടുള്ളത്. ഒരു ബോൾ എന്ന് പറയുന്നത്, ഒരു പിക്ചർ എന്ന് പറയുന്നത് 6 നമ്പറിനെയാണ്, അഥവാ 6 എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ 4 ഗുണിക്കണം 6 ചെയ്താൽ എത്ര കിട്ടും മക്കളെ? 24 കിട്ടും. അതാണ് നമുക്കിവിടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിട്ടുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? പറഞ്ഞത് മനസ്സിലായോ മക്കളെ? എങ്ങനെയാണ്? ചിത്രത്തിൻ്റെ എണ്ണം ഗുണിക്കണം 6 ചെയ്താൽ മതി അല്ലേ? ഓക്കെ, അതുപോലെ ഇനി നമുക്ക് അവിടെ വിട്ടു പോയിട്ടുള്ള കളങ്ങൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. അടുത്ത് നമുക്ക് ക്രിക്കറ്റ് ആണല്ലോ മക്കളെ. അവിടെ നമുക്ക് എത്ര ബാറ്റ് തന്നിട്ടുണ്ട്? 1 2 3 അല്ലേ? അപ്പം നമുക്ക് എങ്ങനെ വരും? 3 ഇൻറ്റു, നമുക്കറിയാം ഒരു ചിത്രം എന്ന് പറയുന്നത് 6 എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് 3 ഇൻറ്റു 6 വരും. എത്രയാണ് മക്കളെ 3 ഇൻറ്റു 6 എന്ന് പറയുന്നത്? 18 അപ്പം നമുക്ക് അവിടെ എത്ര കുട്ടികളുടെ എണ്ണം എത്രയാണ് മക്കളെ കിട്ടുക? സ്റ്റുഡൻസ് എത്രയാണ് കിട്ടുക? 18 ആണ് കിട്ടുക. ഇനി അടുത്തത് ബാഡ്മിൻ്റൺ ആണ് അല്ലേ? അവിടെ നോക്കിക്ക് 2 1 2 2 അപ്പോൾ 2 ഇൻറ്റു 6. എങ്ങനെയാണ് 6 വന്നത് മക്കളെ? നമുക്കറിയാം ഒരു ചിത്രം 6 എണ്ണത്തെയാണ് സൂചിപ്പിക്കുക. അതുകൊണ്ടാണ് 2 ഗുണിക്കണം 6 വന്നിട്ടുള്ളത്. അപ്പോൾ 6 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 12 ആണ്. അപ്പോൾ നമുക്ക് കിട്ടി. ബാഡ്മിൻ്റൺ എത്രയാണ്? അവിടെ എത്ര സ്റ്റുഡൻസ് ആണ്? 12. ദെൻ ലാസ്റ്റ് വൺ വോളിബോൾ ആണ്. എത്ര ബോൾസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത മക്കളെ? 1 2 3 4 5. അപ്പോൾ 5 ഇൻറ്റു 6 എന്ന് വരും. 5 ഗുണിക്കണം 6 എത്രയാണ് മക്കളെ? 5 ഇൻറ്റു 6 30 30 വരിക. ഓക്കെ, അപ്പോൾ ഫുട്ബോൾ 24, ക്രിക്കറ്റ് 18, ബാഡ്മിൻ്റൺ 12, വോളിബോൾ 30. ഇങ്ങനെയല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ളത് കുട്ടികളുടെ എണ്ണം? ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹൗ മെനി മോർ ചിൽഡ്രൻ ലവ് വോളിബോൾ ദാൻ ക്രിക്കറ്റ്? അതായത് ക്രിക്കറ്റ് ഇഷ്ടമുള്ള കുട്ടികളെക്കാൾ എത്ര പേർ കൂടുതലാണ് വോളിബോൾ ഇഷ്ടപ്പെടുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ എണ്ണം നമുക്കറിയാം. എത്രയാണ് മക്കളെ? 18 നമ്മൾ കണ്ടെത്തി ക്രിക്കറ്റ്. അതുപോലെ ബാഡ്മിൻ്റൻ്റെ എത്രയാണ് മക്കളെ നമ്മളെടുത്ത് പറഞ്ഞത്? ബാഡ്മിൻ്റൺ അല്ല, വോളിബോൾ ആണ് അല്ലേ? വോളിബോൾ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 30. അപ്പോൾ നമ്മളത് ചോദിച്ചത് എന്താണ്? ക്രിക്കറ്റ് ഇഷ്ടമുള്ള കുട്ടിയേക്കാൾ എത്ര കുട്ടികൾ അധികമാണ് വോളിബോൾ ഇഷ്ടപ്പെടുന്നത് എന്നാണ് ചോദിച്ചത്. അത് കണ്ടെത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? വോളിബോളിൻ്റെ എണ്ണമായിട്ടുള്ള 30ൽ നിന്ന് നമ്മൾ 18 മൈനസ് ചെയ്യണം. ഓക്കെ, 30ൽ നിന്ന് 18 മൈനസ് ചെയ്യണം. എത്രയാണ് മക്കളെ ആൻസർ കിട്ടുക? 12 എന്നാണ് ആൻസർ കിട്ടുക അല്ലേ? ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? 12 ആൻസർ വരിക. അപ്പം ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്രയാണ്? 12 ആണ്, 12 ആണ്. ക്ലിയർ?
നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അതിൽ തന്നെയുള്ള സി ക്വസ്റ്റ്യൻ നോക്കിക്കുക മക്കളെ. പുട്ട് എ ടിക്ക് എഗെയിൻസ്റ്റ് ദി കറക്റ്റ് വൺ, അതായത് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായതിന് ടിക്ക് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 4 ഓപ്ഷൻസ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അതിൽ ഏതാണോ കറക്റ്റ് ആയത് അതിന് ശരിയിടാനാണ്. ഓരോന്നായിട്ട് മിസ് വായിക്കാം. ഫസ്റ്റ് വൺ ഇതാണ്. ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഹു ലവ് ഫുട്ബോൾ ആൻഡ് വോളിബോൾ ഈസ് ദ സെയിം. അതായത് ഫുട്ബോൾ, വോളിബോൾ എന്നിവ ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ എണ്ണം ഒരുപോലെയാണ്. നോക്കിക്കേ മക്കളെ, നമ്മൾ പറഞ്ഞു ഫുട്ബോൾ 24 പേരാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മളോട് പറഞ്ഞ വോളിബോൾ അല്ലേ, അതാണെങ്കിൽ 30. രണ്ടിൻ്റെ നമ്പർ സെയിം ആണോ? അല്ല. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ തന്നിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കേ. ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഹൂ ലവ് ക്രിക്കറ്റ് ഈസ് മോർ ദാൻ ദി നമ്പർ ഓഫ് ചിൽഡ്രൻ ഹൂ ലവ്സ് ഫുട്ബോൾ. അതായത് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ എണ്ണം ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ്. അപ്പോൾ ക്രിക്കറ്റിൻ്റെ എണ്ണമാണ് ഫുട്ബോളിൻ്റെ എണ്ണത്തേക്കാൾ കൂടുതൽ എന്നാണ് പറയുന്നത്. നമുക്കറിയാം ക്രിക്കറ്റ് 18 ആണ്, ഫുട്ബോൾ 24 ആണ്. അപ്പോൾ ഫുട്ബോളിൻ്റെ എണ്ണത്തേക്കാൾ കൂടുതലാണോ മക്കളെ ക്രിക്കറ്റ്? അല്ല അല്ലേ, അതിനേക്കാൾ എന്താണ്, കുറവാണ്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റോ റോങ് ആണ്. ദെൻ തേർഡ് വൺ നോക്കിക്കേ. ക്രിക്കറ്റ് ഈസ് ലൈക്ക്ഡ് ബൈ ദി ലീസ്റ്റ് നമ്പർ ഓഫ് ചിൽഡ്രൻ. അതായത് ഏറ്റവും കുറവെണ്ണം കുട്ടികൾ ഇഷ്ടപ്പെടുന്നത് ക്രിക്കറ്റാണ്. നോക്കിക്കേ മക്കളെ, തന്നിട്ടുള്ളതിൽ ഏറ്റവും കുറവെണ്ണം കുട്ടികളുള്ളത് ക്രിക്കറ്റിനാണോ? അല്ല, ഇവിടെ ഏറ്റവും കുറവുള്ളത് 12 ആണ്. 12 ആർക്കാണ്? ബാഡ്മിൻ്റൺ ആണ്. അപ്പോൾ ക്രിക്കറ്റിനാണോ ഏറ്റവും കുറവെണ്ണം എന്ന് പറയുന്നത്? അല്ല. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും എന്താണ് മക്കളെ, റോങ് ആണ്. ദെൻ ലാസ്റ്റ് വൺ നോക്കിക്കേ. മോസ്റ്റ് ഓഫ് ദി ചിൽഡ്രൻ ലൈക്ക് വോളിബോൾ. അതായത് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്നത് വോളിബോളാണ്. ആണോ മക്കളെ? യെസ്. ഇവിടെ തന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 30 ആണ്, 30 ആണ്. അതുകൊണ്ട് അത് ഏതിൻ്റെതാണ്? വോളിബോളിൻ്റെതാണ്. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് മിസ്സിന് മറ്റൊരു കാര്യം പറയാനായിട്ടുണ്ട്. നമ്മൾ LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ടുള്ള ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം മന്ത്ലി വെറും 100 രൂപ മാത്രമാണ് നമുക്ക് ഫീ ആയിട്ട് വരുന്നത്. അപ്പം ആദ്യം ജോയിൻ ചെയ്യുന്ന കൂട്ടുകാർക്കായിരിക്കും കേട്ടോ മക്കളെ ഈ ഒരു ഓഫർ ഉണ്ടായിരിക്കുക. അപ്പോൾ വേഗം തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് നമ്മളുമായിട്ട് ഇവിടെ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. മിസ്സ് പറഞ്ഞില്ല, മാസത്തിൽ വെറും 100 രൂപയ്ക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ വിഷയങ്ങളുടെയും ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആവുന്നത്. നമ്മുടെ ആപ്പിലായിരിക്കും മക്കൾക്ക് ക്ലാസ് ഉണ്ടായിരിക്കുക. ഓരോ ക്ലാസ്സിന് ശേഷം ക്വിസ് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും എല്ലാം നമ്മുടെ ക്ലാസ്സിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ വേഗം തന്നെ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ഇനി നിങ്ങൾക്ക് ട്യൂഷൻ്റെ പുറമേ ആയിട്ട് നമ്മൾ വെക്കേഷൻ ക്ലാസ്സുകളിൽ നിങ്ങൾക്കായിട്ടുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളും നമ്മൾ ആരംഭിക്കുന്നുണ്ട് കേട്ടോ. അതിനും മന്ത്ലി ആദ്യം വരുന്ന കൂട്ടുകാർക്ക് മാസത്തിൽ വെറും 100 രൂപയാണ് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾക്കും ഉള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർ വേഗം തന്നെ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് കോൾ ചെയ്യുമ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ തന്നിട്ടുള്ള നമ്പറിൽ മക്കൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മിസ്സ് അവിടെ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ മക്കളെ, ഇനിയിപ്പോൾ വെക്കേഷനിൽ നിങ്ങളുടെ എഴുത്തും വായനയും പ്രയാസമുള്ള കൂട്ടുകാരാണെങ്കിൽ അതെല്ലാം റെഡിയാക്കാനായിട്ട് നമ്മളൊരു സപ്പോർട്ടിംഗ് കോഴ്സ് കൂടി നമ്മൾ വെക്കേഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെക്കേഷനിൽ മാത്സിൻ്റെയും മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ഒക്കെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഈ ഒരു ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്ന കൂട്ടുകാർക്ക് അവൈലബിൾ ആവുക. അപ്പോൾ ഏതെങ്കിലും കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമ്മുടെ രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കിക്കേ. ലെറ്റ്സ് പാക്ക് ഇറ്റ് എന്നതാണല്ലേ, അതായത് നമുക്ക് പാക്കറ്റുകളാക്കാം എന്നതാണ്. നോക്കിക്കേ മക്കളെ. ലുക്ക് അറ്റ് ദി നമ്പർ ഓഫ് അഗർബത്തീസ് മെയ്ഡ് ബൈ ദി ചിൽഡ്രൻ ഇൻ ദി വർക്ക് എക്സ്പീരിയൻസ് ഫെസ്റ്റ്. അതായത് പ്രവൃത്തി പരിചയമേളയിൽ കുട്ടികൾ ഉണ്ടാക്കിയ ചന്ദനത്തിരിയുടെ എണ്ണം നോക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അഗർബത്തീസ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഓരോ കുട്ടികളും ഉണ്ടാക്കിയിട്ടുള്ളതും അവരുണ്ടാക്കിയിട്ടുള്ള നമ്പറും നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ റീനയാണ്. ടോട്ടൽ നമ്പർ എത്രയാണ് മക്കളെ? 160 ആണല്ലേ, 160 ആണ്. അടുത്തത് അമലാണ്, അത് 171 ആണ്, 171 ആണ്. ഫാത്തിമ 138, 138. റീജ 131, 131. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ കൂട്ടുകാരും ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് അഗർബത്തി? അതായത് നമ്മൾ ആകെ ഉണ്ടാക്കിയ ചന്ദനത്തിരിയുടെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. എന്ത് ചെയ്താൽ മതി മക്കളെ? ആ തന്നിട്ടുള്ള ടേബിൾ തന്നിട്ടുള്ള നമ്പേഴ്സ് എല്ലാം കൂടി ആഡ് ചെയ്താൽ മതി. മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ആഡ് ചെയ്ത് നോക്കുക കേട്ടോ. 160 പ്ലസ് 171, 171, 138, 131 എല്ലാം കൂടി ആഡ് ചെയ്ത് നോക്കുക കേട്ടോ. 8 + 1 9 ആണ്, 9 + 1 10, 0 എഴുതി, ബാലൻസ് 1. ദെൻ 7 + 3 10 ആണ്, 10 + 6 16 ആണ്, 16 + 1 എത്രയാണ്? 17 ആണ്, 17 + 3
20 ആണ്. 20ക്ക് അഗെയിൻ 0 എഴുതി, ബാലൻസ് 2. 2 + 1 3, 3 + 1 4, 4 + 1 5, 5 + 1 6. അപ്പോൾ എത്ര കിട്ടി മക്കളെ? ടോട്ടൽ നമുക്ക് 600 എന്ന് കിട്ടി. അതായത് ആകെ ചന്ദനത്തിരി എത്രയാണ് മക്കളെ? 600 എണ്ണമാണുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഈസിയാണ്. കറക്റ്റായിട്ട് ആഡ് ചെയ്താൽ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കുക മക്കളെ. റീന പാക്ക്ഡ് ദി അഗർബത്തി. ഷീ കെപ്റ്റ് ദം ഇൻ പാക്കറ്റ്സ് ഓഫ് 20 ഈച്ച്. ഹൗ മെനി പാക്കറ്റ്സ് വിൽ ബി ദർ? അതായത് നമ്മുടെ റീൻ എന്ത് ചെയ്തു മക്കളെ? അവൾ നിർമ്മിച്ച ചന്ദനത്തിരി 20 എണ്ണം വീതമുള്ള പാക്കറ്റാണ് ആക്കിയത്. അപ്പോൾ നമുക്ക് റീൻ ഉണ്ടാക്കിയ ചന്ദനത്തിരി എത്രയാണെന്ന് നമുക്കറിയാം മക്കളെ? 160 ആണെന്നറിയാം അല്ലേ? അവൾ എന്ത് ചെയ്തിട്ടുണ്ട്? 20 എണ്ണം വീതമുള്ള പാക്കറ്റിലാണ് ആക്കിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എത്ര പാക്കറ്റ് ഉണ്ടാകുമെന്ന് കണ്ടെത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? 160 ഡിവൈഡഡ് ബൈ 20 ചെയ്യണം. 160 ഹരിക്കണം 20 ചെയ്യണം. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് 160 ഡിവൈഡഡ് ബൈ 20 ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ 8 എന്ന് കിട്ടും കേട്ടോ മക്കൾ. ചെയ്ത് നോക്കുക, ആൻസർ 8 എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. അതിൽ തന്നെ സി ക്വസ്റ്റ്യൻ നോക്കിക്കുക മക്കളെ. ദ കോസ്റ്റ് ഓഫ് 1 പാക്കറ്റ് ഓഫ് അഗർബത്തീസ് ഈസ് 20 rupees. 30 പാക്കറ്റ്സ് were sold. ഹൗ മച്ച് മണി ഡിഡ് ദേ ഗെറ്റ്? അതായത് ഒരു പാക്കറ്റ് ചന്ദനത്തിരിയുടെ വില 20 രൂപയാണ്. 30 പാക്കറ്റ് വിറ്റു. എത്ര രൂപ കിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് വെച്ചാൽ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. മൾട്ടിപ്ലിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ് അല്ലേ? ഓക്കെ മക്കളെ, അപ്പോൾ നമുക്കറിയാം ഒരു ചന്ദനത്തിരിയുടെ വില എത്രയാണ്? ഒരു ചന്ദനത്തിരിയുടെ വില വരുന്നത് 20 രൂപയാണ്. അതുപോലെയുള്ള 30 പാക്കാണ് വിറ്റിട്ടുള്ളത് അല്ലേ? അപ്പോൾ 20 × 30 ചെയ്താൽ മതി. 20 ഗുണിക്കണം 30 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും അല്ലേ? അപ്പോൾ നോക്കിക്കുക മക്കളെ, 0 × 0 എത്രയാണ്? 0. എഗെയിൻ 0 × 2 എത്ര വരും? 0 ആണ്. 3 ഗുണിക്കണം 0, 0 ആണ്. അടുത്തത് 3 ഗുണിക്കണം 2 എത്രയാണ്? 6 ആണ്. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടി മക്കളെ? നമുക്ക് 600 എന്ന് കിട്ടി, 600 എന്ന് കിട്ടി. അതായത് എത്ര രൂപയാണ് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കുക? 600 രൂപയാണ്. ക്ലിയർ? ദെൻ അതിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കുക മക്കളെ. ഹൗ മെനി മോർ ഡസ് ഫാത്തിമ നീഡ് ടു പാക്ക് 7 പാക്കറ്റ്സ് വിത്ത് 20 അഗർബത്തീസ് ഈച്ച്? അതായത് 20 എണ്ണം വീതമുള്ള 7 പാക്കറ്റുകളാക്കാൻ ഫാത്തിമയ്ക്ക് എത്ര ചന്ദനത്തിരി കൂടി വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്കിവിടെ എന്തറിഞ്ഞിരിക്കണം മക്കളെ? ഫാത്തിമയുടെ കയ്യിലുള്ള ചന്ദനത്തിരി എത്രയാണെന്ന് അറിയണം അല്ലേ? നമുക്കറിയാം 138 എണ്ണമാണ് അവളുടെ കയ്യിലുള്ളത്. അപ്പോൾ അവൾക്ക് എന്ത് ചെയ്യണം? 7 എണ്ണം വീതമുള്ള 20 എണ്ണം വീതമുള്ള 7 പാക്കറ്റാണ് ആക്കേണ്ടത് അല്ലേ? അപ്പം അത്ര ആക്കാനായിട്ട് എത്ര ചന്ദനത്തിരിയാണ് നമുക്ക് ടോട്ടൽ വേണ്ടത് എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടെത്തുക. അതായത് നമ്മൾ 20 × 7 ചെയ്യുക. 20 ഗുണിക്കണം 7 ചെയ്യുക. ഒന്ന് ചെയ്ത് നോക്കിക്കുക മക്കളെ. 0 × 7 എന്ന് പറഞ്ഞാൽ 0 ആണ്. 7 × 2 എന്ന് പറഞ്ഞാൽ 14 ആണല്ലോ, 14 ആണ്. അതായത് അവൾക്ക് 140 ചന്ദനത്തിരി അവളുടെ കൈവശം ഉണ്ടെങ്കിൽ മാത്രമേ അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? 20 എണ്ണം വീതമുള്ള 7 പാക്കറ്റുകളാക്കാനായിട്ട് കഴിയുള്ളൂ. പക്ഷേ അവളുടെ കൈവശം 138 എണ്ണേ ഉള്ളൂ. നമുക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം എന്താണ്? ഇനി അവൾക്ക് എത്ര ചന്ദനത്തിരി കൂടി ഉണ്ടെങ്കിൽ 20 എണ്ണം വീതമുള്ള 7 പാക്കറ്റാക്കാൻ കഴിയൂ എന്നതാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പം 138 എണ്ണം ഉള്ളതിലേക്ക് എത്ര എണ്ണം ചേർത്താലാണ് മക്കളെ 140 ആവുക? യെസ്, 2 എണ്ണം ചേർത്താലാണ്. അപ്പോൾ അവൾക്ക് 2 ചന്ദനത്തിരി കൂടി ഉണ്ടെങ്കിൽ അവൾക്ക് 7 പാക്കറ്റുകളാക്കാനായിട്ട് കഴിയും. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഇനി അതിൽ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. 8 × 20 = 160. Which among the following is equal to 9 × 20? Put a tick against the correct one. അതായത് 8 ഗുണിക്കണം 20 160 ആണ്. അങ്ങനെയാണെങ്കിൽ 9 ഗുണിക്കണം 20 തുല്യമായതിന് ശരി ഇടാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? 9 ഗുണിക്കണം 20 തുല്യമായിട്ടുള്ളത് ശരി ഇടാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നോക്കിക്കും മക്കൾ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 9 ഗുണിക്കണം 20 എത്രയാണ് എന്നുള്ളത് നമ്മൾ ആദ്യം ആൻസർ കണ്ടെത്തണം. 9 × 20 × 9 എത്രയാണ് മക്കളെ? നമുക്ക് ഇൻറ്റു ചെയ്ത് നോക്കാം. 0 × 9 0 ആണ്. 9 × 2 80 ആണ്, 18 ആണ് അല്ലേ? അപ്പോൾ 180 ആണ് ആൻസർ കിട്ടേണ്ടത്. അപ്പോൾ താഴെയുള്ളത് ഏത് ചെയ്താലാണ് 180 കിട്ടുക നോക്കുക. 160നോട് 1 കൂട്ടിയാൽ കിട്ടില്ല, നമുക്കറിയാം. 160നോട് 9 തവണ 20 കൂട്ടിയാൽ, 160നോട് 9 തവണ 20 കൂട്ടിയാൽ അല്ലേ? 9 തവണയ്ക്ക് 20 കൂട്ടിയാൽ ഒരുപാട് സംഖ്യ ആവില്ലേ? ഒരു തവണ ഇനി 20 കൂട്ടിയാൽ 180 ആവും. അതുകൊണ്ട് അതും കഴിയില്ല. 160നോട് ഒരു തവണ 20 കൂട്ടിയത് അല്ലേ? 160ലേക്ക് ഒരു തവണ 20 കൂട്ടിയാൽ എത്രയാണ് മക്കളെ? യെസ്, 180 ആണ് ആവുക, 180 ആണ് ആവുക. അപ്പോൾ അതെന്താണ്? കറക്റ്റായിട്ടുള്ള ആൻസർ ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ അതാണ് അവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ?
ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആക്ടിവിറ്റി 3 ആനുവൽ ഡേ സെലിബ്രേഷൻസ് എന്നതാണ്, അതായത് വാർഷികാഘോഷം എന്നതാണ്. ദ എമൗണ്ട് സ്പെൻഡ് ഫോർ ദി ആനുവൽ ഡേ സെലിബ്രേഷൻസ് ഓഫ് ചോലവയൽ എൽ പി സ്കൂൾ ഈസ് ഗിവൺ ബിലോ. അതായത് മക്കളെ ചോലവയൽ എൽ പി സ്കൂളിൻ്റെ വാർഷികാഘോഷത്തിന് ചിലവായ തുകയാണ് നമുക്കവിടെ താഴെ തന്നിരിക്കുന്നത്. അപ്പോൾ ഫുഡിന് 7480, 7480 രൂപ. ലൈറ്റ് ആൻഡ് സൗണ്ടിന് 8500 രൂപ അല്ലേ, 8500 റുപ്പീസ്. പിന്നെ പ്രൈസിനായിട്ട് 2000 റുപ്പീസ്, അതായത് 2000 രൂപയാണ് ചിലവായിട്ടുള്ളത്. ഓക്കെ മക്കൾ, ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചിരുന്നേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഐറ്റം ഹാഡ് ദി ഹയസ്റ്റ് എക്സ്പെൻസ് അറ്റ് ദി ആനുവൽ ഡേ സെലിബ്രേഷൻ. അതായത് വാർഷികാഘോഷത്തിന് ഏറ്റവും കൂടുതൽ തുക ചിലവായത് ഏതിനത്തിനാണ് മക്കളെ? ഇതിൽ ഏറ്റവും വലിയ എമൗണ്ട് നോക്കിയാൽ പോരെ, ഏതാണ്? 800 ആണ്. അതെന്തിനാണ്? ലൈറ്റ് ആൻഡ് സൗണ്ടിനാണ് അല്ലേ. അപ്പം ലൈറ്റ് ആൻഡ് സൗണ്ടിനാണ് ഏറ്റവും കൂടുതൽ ചിലവായിട്ടുള്ള തുക എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഹൗ മച്ച് മോർ വാസ് സ്പെൻറ്റ് ഓൺ ലൈറ്റ് ആൻഡ് സൗണ്ട് ദാൻ ഓൺ ഫുഡ്. അതായത് ഭക്ഷണത്തിന് ചിലവായതിനേക്കാൾ എത്ര രൂപ കൂടുതലാണ് ലൈറ്റ് ആൻഡ് സൗണ്ടിന് എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്കറിയാം ഫുഡിനായിട്ടുള്ളത് 7480 റുപ്പീസാണ് അല്ലേ, 7480 രൂപയാണ്. ലൈറ്റ് ആൻഡ് സൗണ്ട്സിനാണെങ്കിൽ 8500 റുപ്പീസാണ് അല്ലേ. ഇത് തമ്മിൽ എന്ത് ചെയ്താൽ മതി മക്കളെ? മൈനസ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയാണ് മക്കളെ ആൻസർ കിട്ടുക? 1020 എന്നാണ് ആൻസർ കിട്ടുക കേട്ടോ. മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് മൈനസ് ചെയ്ത് നോക്കുക. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അതിൽ തന്നെയുള്ള സി ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് ദി ടോട്ടൽ എക്സ്പെൻസ് ഓഫ് ആനുവൽ ഡേ സെലിബ്രേഷൻസ്. അതായത് വാർഷികത്തിന് ആകെ എത്ര രൂപ ചിലവായി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടെത്താനായിട്ട് എന്ത് ചെയ്യണം? യെസ്, നമുക്ക് തന്നിട്ടുള്ള ഈ 3 നമ്പേഴ്സ് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതായത് 7480 പ്ലസ് 8500 പ്ലസ് 2000 ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? വാർഷികത്തിന് ടോട്ടൽ എത്രയാണ് എമൗണ്ട് ചിലവായിട്ടുള്ളത് എന്ന് കിട്ടും കേട്ടോ. നമുക്ക് ജസ്റ്റ് ആഡ് ചെയ്ത് നോക്കാം. 0 + 0 + 0 എത്രയാണ്? 0 ആണ്, 8. ദെൻ 5 × 4 9 ആണ്. പിന്നെ 8ഉം 2ഉം 10 ആണ്, 10ഉം 7ഉം 17 അല്ലേ. അപ്പോൾ എത്രയാണ്? 17,918 എന്ന് കിട്ടും. അപ്പോൾ മക്കൾ ആഡ് ചെയ്യുന്ന സമയത്ത് പ്ലേസ് വാല്യൂ എല്ലാം കറക്റ്റായിട്ട് എഴുതിയതിന് ശേഷം ആഡ് ചെയ്യുക കേട്ടോ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ. ദെൻ അതിലുള്ള ഡി ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫോർ ഫോമർ സ്റ്റുഡൻസ് ഷെയർ ദി എമൗണ്ട് ഫോർ പ്രൈസ് ഈക്വലി, ഹൗ മച്ച് ഡിഡ് 1 person ഗീവ്. അതായത് മക്കളെ സമ്മാനത്തിന് ചിലവായ തുക 4 പൂർവ്വ വിദ്യാർത്ഥികൾ തുല്യമായി തന്നു. ഒരാൾ എത്ര രൂപ തന്നു? ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്കറിയാം സമ്മാനത്തുക എന്ന് പറയുന്നത് 2000 ആണല്ലോ. അപ്പോൾ അത് 4 ആളുകൾ തുല്യമായിട്ടാണ് തന്നത്. അപ്പോൾ നമ്മൾ കണ്ടെത്താനായിട്ട് എന്ത് ചെയ്യണം? 2000 / 4 ചെയ്യണം. എത്രയാണ് മക്കളെ? 500, 500 ആണ്. അപ്പോൾ ഒരാൾ എത്ര രൂപ വെച്ചിട്ടാണ് മക്കളെ തന്നിട്ടുണ്ടായിരിക്കുക? 500 രൂപ വെച്ചിട്ടാണ്. ഓക്കെ, ദെൻ അതിലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഈ ക്വസ്റ്റ്യൻ, ദി നമ്പർ ഓഫ് കറൻസി നോട്ട്സ് ആൻഡ് ദ സം ഈസ് ഗിവൺ ബിലോ. അതായത് നോട്ടുകളുടെ എണ്ണവും അവയുടെ തുകയും ചുവടെ തന്നിരിക്കുന്നു. നോക്കിക്കേ മക്കളെ, 2000 റുപ്പീസ് ആണെങ്കിൽ 8 നോട്ട്സ് ഓഫ് 500, അതായത് 500ൻ്റെ 8 നോട്ടുകൾ വേണമെന്നാണ് പറയുന്നത്. 3000 ആവണമെങ്കിൽ 100ൻ്റെ 10 നോട്ടുകൾ, 4000 ആണെങ്കിൽ 100ൻ്റെ 20 നോട്ടുകൾ, അതുപോലെ തന്നെ 1000 ആണെങ്കിൽ 500ൻ്റെ 6 നോട്ടുകൾ. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശരിയായി യോജിച്ചത് ഏതിനാണ്? അതിന് ടിക്ക് ഇടാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇതിൽ നമുക്കിവിടെ ഇതാണ് ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത്. കുറച്ചൊരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ആ ഒരു ഓപ്ഷൻസൊക്കെ കാണുന്ന സമയത്ത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് മാച്ച് ചെയ്യുക എന്ന് വെച്ചാൽ നമുക്ക് ഓപ്ഷൻ ഡി, അതായത് 1 സി ആണ് വരുന്നത്. 2000 എന്ന് പറഞ്ഞാൽ 100ൻ്റെ 20 നോട്ടുകളാണ് 2000 എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ 2 വരുന്നത് 2 ഡി ആണ് ആൻസർ. 3000 എന്ന് പറയുന്നത് 500ൻ്റെ 6 നോട്ടുകളാണ് 3000 എന്ന് പറയുന്നത്. അടുത്തത് 1 വരുന്നത് എയിലോട്ടാണ് കേട്ടോ. അതായത് 4000 എന്ന് പറഞ്ഞാൽ 500ൻ്റെ 8 നോട്ടുകളാണ് 4000 എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് എന്താണ്? 1000 ആണ്. 1000 എന്ന് പറഞ്ഞാൽ 100ൻ്റെ 10 നോട്ടുകളാണ് 1000 എന്ന് പറയുന്നത്. അപ്പം മക്കൾ ആദ്യം ആൻസർ ഏതാണെന്ന് കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഈ ഓപ്ഷനിലോട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആവുക. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ.
അപ്പോൾ മക്കളെ മിസ്സ് നേരത്തെ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്. നമ്മൾ LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ടുള്ള ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ എടുക്കുന്ന കൂട്ടുകാർക്ക് മാസത്തിൽ വെറും 100 രൂപ മാത്രമാണ് നിങ്ങളുടെ ട്യൂഷൻ ഫീ വരുന്നത്. എല്ലാ സബ്ജക്റ്റിലെ ക്ലാസ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഇവിടെ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കോൾ ചെയ്തിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെക്കേഷനിൽ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ആവശ്യമായിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്ലാസ്സുകൾ നമ്മൾ വെക്കേഷനിൽ ആരംഭിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എഴുതാനും വായിക്കാനൊക്കെ പ്രയാസമുള്ള കൂട്ടുകാരാണെങ്കിൽ അവർക്കുള്ള സ്പെഷ്യൽ ക്ലാസ്സുകൾ നമ്മൾ വെക്കേഷനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള മാത്സും മലയാളവും അതുപോലെ ഇംഗ്ലീഷ് ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ താല്പര്യമുള്ള മക്കളുണ്ടെങ്കിൽ വേഗം നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം മറക്കണ്ട, ആദ്യം ജോയിൻ ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും എല്ലാ കോഴ്സിനും മാസത്തിൽ വെറും 100 രൂപ മാത്രമാണ് ഫീ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ പാർട്ട് വീഡിയോയിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ബാക്കി ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും നന്നായിട്ട് തന്നെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അടുത്ത പാർട്ട് വീഡിയോ തീർച്ചയായിട്ടും കാണാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.